പ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മുസ്ലിമീങ്ങൾ പരസ്പരം കാണുമ്പോൾ നടത്തുന്ന സ്നേഹപ്രകടനമാണ് യഥാർത്ഥത്തിൽ സലാം പറയുക എന്നത്. അതിലപ്പുറം അതൊരു ശാന്തിക്കു വേണ്ടി, സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണ്. മഹാനായ സയ്യിദന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോ അല്ലാഹു തആല മലക്കുകളോട് സലാം പറയാൻ വേണ്ടി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, നിങ്ങൾ ആദം നബി മലക്കുകളോട് സലാം പറയുമ്പോൾ അവർ എങ്ങനെയാണ് സലാം മടക്കുന്നത് എന്ന് കൂടെ ശ്രദ്ധിച്ചു കേൾക്കുക. അതായിരിക്കും അങ്ങയുടെയും സന്താനങ്ങളുടെയും അഭിവാദ്യം എന്ന് അല്ലാഹു തആല പറയുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അസ്സലാമു അലൈക്കും എന്ന മലക്കുകളോട് സലാം പറയുന്നു. വഅലൈക്കുമുസ്സലാം എന്നവർ മടക്കുകയും ചെയ്യുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് വന്ന മലായിക്കത്തുൽ കിറാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞിരുന്നു, മടക്കിയിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. അങ്ങനെ പാരമ്പര്യ പഴക്കമുള്ള ഒരു പുണ്യമുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ സലാം പറയുക എന്നത്. സലാം പറയുക എന്നത് സുന്നത്തായ കർമ്മമാണ്. എന്നാൽ സലാം കേട്ട വ്യക്തി അത് മടക്കൽ നിർബന്ധമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും സലാം മടക്കുക എന്നത് നിർബന്ധമാണെങ്കിൽ പോലും അതിനേക്കാളും വലിയ ശ്രേഷ്ഠത സലാം തുടങ്ങിയ വ്യക്തിയാണ്. അത് കേവലം സുന്നത്തേ ഉള്ളൂ എങ്കിലും അതിന് ശ്രേഷ്ഠത കൂടുതലാണ്. കാരണം സലാം മടക്കിയവന് നിർബന്ധത്തിന്റെ പ്രതിഫലം ലഭിച്ചതു തന്നെ ഈ സലാം പറഞ്ഞ വ്യക്തിയെ കൊണ്ടാണ്. അതുകൊണ്ട് സലാം കൊണ്ട് തുടങ്ങലാണ് മഹത്വമുള്ളത്. സലാം പറയുന്നത് സമൂഹത്തിനിടയിൽ വ്യാപിപ്പിക്കണമെന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അത് സ്വർഗത്തിലേക്കുള്ള പാത കൂടിയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ യഥാർത്ഥ സമ്പൂർണമായ മുഅ്മിനീങ്ങളാകുന്നതുവരെ, വിശ്വാസികളാകുന്നതുവരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകുന്നവരെ, സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളും ആവുകയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അവല അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമുഹു തഹാബ്ബതും, പരസ്പരം സ്നേഹമുണ്ടാകാൻ വേണ്ടി, സ്നേഹം നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു ടിപ്സ് പറഞ്ഞു തരട്ടെയോ? അത് നിങ്ങൾ പ്രവർത്തിക്കുന്ന കാരണത്താൽ, അത് ചെയ്യുന്ന കാരണത്താൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി പറയാൻ. അങ്ങനെ സ്നേഹമുണ്ടാകാനുള്ള കാരണം, അതിനുള്ള മാർഗം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക, വർദ്ധിപ്പിക്കുക, അത് പ്രചരിപ്പിക്കുക, എല്ലാവരും പരസ്പരം സലാം പറയുക എന്നാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ കാരണമായി, പരിഹാരമായി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പരസ്പരം കാണുമ്പോൾ സലാം പറയണം. മാതാവിനെ കാണുമ്പോ, പിതാവിനെ കാണുമ്പോ, മക്കളെ കാണുമ്പോ, കുടുംബത്തെ കാണുമ്പോ, നാട്ടുകാരെ കാണുമ്പോ എപ്പോഴും സലാം പറഞ്ഞിരിക്കണം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ റസൂലിന്റെ 10 വർഷത്തെ ഖാദിമാണ്, സേവകനാണ്. ആ അനസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനസേ, നീ വീട്ടിൽ കയറുന്ന സമയത്ത് സലാം പറഞ്ഞു കയറണം. അതുകൊണ്ട് നിനക്കും നിന്റെ കുടുംബത്തിനും അത് ബറക്കത്തുണ്ടാകാൻ കാരണമാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് കാണാം, വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, ഒരു അന്യ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് വീട്ടുകാരുടെ അനുവാദം, കയറാനുള്ള, വീട്ടിൽ പ്രവേശിക്കാനുള്ള അനുവാദം ലഭിച്ച സലാം പറഞ്ഞു കയറണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. അപ്പൊ സലാം പറയുക എന്നതിന് വലിയ പവിത്രതയാണുള്ളത്. ആരോട് സലാം പറയണം? വാഹനത്തിൽ പോകുന്ന ആളുകൾ നടന്നു പോകുന്നവരോട് സലാം പറയണം. നടക്കുന്നവർ നിൽക്കുന്നവരോട് സലാം പറയണം. ചെറിയ സംഘം വലിയ സംഘത്തിനോട് സലാം പറയണം. ഇങ്ങനെയാണ് സലാം പറയാൻ മഹാന്മാരായ മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിന് വിപരീതമായി വലിയ സംഘം ചെറിയ സംഘത്തിനോട്, അതല്ലെങ്കിൽ വാഹനത്തിൽ പോകുന്നവനോട്, നടന്നു പോകുന്നവൻ, നിൽക്കുന്നവൻ, നടക്കുന്നവനോടൊക്കെ പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല, കറാഹത്തൊന്നുമില്ല. പക്ഷേ നേരെ തിരിച്ച് യഥാർത്ഥമായ രൂപത്തിൽ പറയുന്നതിന്റെ സുന്നത്തിന്റെ രൂപം ആ ഒരു കൂലി നഷ്ടപ്പെടുമെന്ന് മാത്രം. അങ്ങനെ സലാം പറഞ്ഞാൽ മടക്കൽ നിർബന്ധമാണ്. ഒരു സംഘത്തിനോടാണ് സലാം ഒരാൾ പറയുന്നത്. 10 ആളുകളുള്ള സമയത്ത് ഒരു സംഘത്തിനോട് ഒരു വ്യക്തി സലാം പറഞ്ഞാൽ ആ 10 ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മടക്കലാ നിർബന്ധമുള്ളത്. ബാക്കിയുള്ളവർക്കൊക്കെ മടക്കൽ സുന്നത്താണ്. എന്നാൽ ഒരു വ്യക്തിയോട് 10 ആളുകൾ അടങ്ങുന്ന, അല്ലെങ്കിൽ ഒരു സംഘം എല്ലാവരും ഒന്നിച്ചു സലാം പറഞ്ഞു, അല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് ഒരു സംഘം, വലിയ സംഘം ഒരൊറ്റ വ്യക്തിയോട് സലാം പറഞ്ഞാലോ? എന്നാൽ
എല്ലാ വ്യക്തികൾക്കു വേണ്ടി എല്ലാ സലാമിനും വേണ്ടി ഒരൊറ്റ പ്രാവശ്യം സലാം അടക്കിയാൽ മതി ഫുഖഹ രേഖപ്പെടുത്തുന്നത് കാണാം. പരിചയക്കാരും കുടുംബക്കാരും സ്വന്തക്കാരും സലാം പറയുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷേ അന്യപുരുഷന്മാർ അന്യ സ്ത്രീകളോടോ അന്യ സ്ത്രീകൾ അന്യപുരുഷന്മാരോടോ സലാം പറയുന്നത് ശരിയല്ല. ഇസ്ലാം പറയുന്നു അന്യ സ്ത്രീകൾ സലാം പറയുന്നതും മടക്കുന്നതും അന്യപുരുഷന്മാരോട് സലാം പറയുന്നതും മടക്കുന്നതും ഹറാമാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അന്യപുരുഷന്മാർ അന്യ സ്ത്രീകളോട് സലാം പറയുന്നതും അവരുടെ സലാം മടക്കുന്നതും കറാഹത്താൻ മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തി. എന്നാൽ ഒരു സംഘം സ്ത്രീകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ സ്ത്രീകളുണ്ട്, അവർ അന്യരാണ്. എന്നാൽ ഒരു പുരുഷന് സലാം പറയുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. ഏതായാലും സലാം പറയുന്നതിന്റെ രൂപം ഇങ്ങനെയാണ് മഹത്തുക്കൾ പഠിപ്പിച്ചത്. എഴുത്തിലൂടെയാണ് ഒരാൾ സലാം പറഞ്ഞിട്ടുള്ളത് എങ്കിൽ എഴുത്തിലൂടെയും വാക്കുകൊണ്ടും സലാം അടക്കാവുന്നതാണ്. എന്നാൽ ചില ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി സലാം വേറൊരു വ്യക്തിയുടെ അടുത്ത് കൊണ്ട് പറഞ്ഞേക്കാറുണ്ട്. എ എന്നൊരു വ്യക്തി ബിയോട് പറഞ്ഞു സിയുടെ അടുത്തേക്ക് നിങ്ങൾ സലാം കൊണ്ടുപോയി കൊടുക്കണം. അപ്പോ എ ബിയോട് പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് സിയോട് നിങ്ങൾ പറയണം. എന്നാൽ ബിക്കും സലാം മടക്കൽ സുന്നത്തുണ്ട്. മാത്രമല്ല അത് സുന്നത്താണെങ്കിൽ പോലും സിയിലേക്ക് ഈ ബി എന്ന് പറയുന്ന വ്യക്തി സലാം എത്തിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. കാരണം എയിൽ നിന്ന് ബി എന്ന് പറയുന്ന വ്യക്തി ആ സലാം പറയുക എന്നതൊരു അമാനത്തായി, ഒരു സൂക്ഷിപ്പായി, ഒരു അമാനത്തായി ഏറ്റെടുത്തുകൊണ്ട് അത് നിർബന്ധമായും എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ദൂതൻ മുഖേന വന്ന സലാം എങ്ങനെയാണ് മടക്കേണ്ടത്? മഹാന്മാരായ മഹത്തുക്കൾ പറഞ്ഞു വഅലൈക വഅലൈഹിസ്സലാം, ഈ ദൂതനും അതുപോലെ തന്നെ സലാം പറഞ്ഞ വ്യക്തിക്കും അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് രണ്ടുപേരെയും ഉൾപ്പെടുത്തണം. ഇനി ആരുമില്ല, ഒരാളോട് സലാം പറയുന്ന സമയത്തും അസ്സലാമു അലൈക്ക എന്നല്ല പറയേണ്ടത്, അസ്സലാമു അലൈക്കും എന്നാണ്. അതിനുള്ള കാരണം മഹാന്മാരായ മഹത്തുക്കൾ പറഞ്ഞു, ഒന്ന് ഈ സലാം നമ്മൾ ആരോടാണോ പറയുന്നെങ്കിൽ ആ വ്യക്തികളെ ആദരിക്കൽ അതിലൊരു ഉദ്ദേശമുണ്ട്. മറ്റൊന്ന് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളോടുകൂടെ അത് ഒരു മലായിക്കത്തുൽ കിറാമോ മറ്റോ ഉള്ള അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണമെന്ന് മഹത്തുക്കൾ പറയുന്നു. അള്ളാഹു തആല നമ്മളെയൊക്കെ സലാം പറയാനും അത് പ്രചരിപ്പിക്കാനും അതിന്റെ വക്താക്കളാവാനും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.